നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് മേഖലയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 29 പേർക്ക്, 36 പേർക്ക് രോഗമുക്തി. കേന്ദ്ര ബജറ്റിൽ കർഷകരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കിസാൻ സഭ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ പരിശീലനം പൂർത്തിയാക്കിയ 30ാമത് സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമിയിൽ നടന്നു. വാർത്തകൾ വിശദമായി. ചേർപ്പ് മേഖലയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 29 പേർക്കാണ്. 36 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച 12 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 17 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ ചേർപ്പിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 107 ആണ്. ഇതിൽ 105 പേർ വീട്ടിലും 2 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ വ്യാഴാഴ്ച 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 130 ആണ്. ഇതിൽ 128 പേർ വീട്ടിലും 2 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. വല്ലച്ചിറ പഞ്ചായത്തിൽ വ്യാഴാഴ്ച 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 36 ആണ്. ഇതിൽ 35 പേർ വീട്ടിലും ഒരാൾ ആശുപത്രിയിലും ചികിത്സയിലാണ്. പാർലത്ത് കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 56 ആണ്. ഇതിൽ 55 പേർ വീട്ടിലും ഒരാൾ ആശുപത്രിയിലും ചികിത്സയിലാണ്. കേന്ദ്ര ബജറ്റിൽ കർഷകരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കിസാൻ സഭ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തായംകുളങ്ങര പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന സമരം CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് TB ഷാജി അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി PT സണ്ണി, AITUC ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം M നാരായണദാസ്, കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് മാരാത്ത്, MS ഭഗവത് സിംഗ്, ബാബുജാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവതരിപ്പിച്ച ഈ ബജറ്റ് തീർത്തും കർഷകരെ നിരാശരാക്കുന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർഷകർക്ക് ഭാവിയിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അത് ഉണ്ടാവുന്നില്ല എന്നതിനനുസൃതമായാണ് കഴിഞ്ഞ കർഷകർക്കെതിരായി കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങൾ എന്ന് നമുക്കറിയാം. കർഷകർക്ക് യാതൊരു വക സുരക്ഷിതത്വവും നൽകാത്ത ഈ ഒന്നാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന കാർഷിക കരിനിയമങ്ങൾ. കർഷകന് ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത കോർപ്പറേറ്റുകളുടെ മുന്നിൽ, അതുപോലെ തന്നെ വ്യവസായ വ്യാപാരികളുടെ മുന്നിൽ ഒക്കെ തന്നെ അവൻ്റെ അധ്വാനം അടിമപ്പടി പോലെ ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് ആ നിയമങ്ങൾ കൊണ്ടുവന്നത്. നമുക്കറിയാം, തൊഴിലുറപ്പ് രംഗം, ആ തൊഴിലുറപ്പ് രംഗത്ത് ഒരുപാട് കാർഷിക വൃത്തികൾ നടക്കുന്നതാണ്. ജൈവ കൃഷിയിലേക്ക് തിരിയുന്ന ഘട്ടങ്ങളും ഉൾപ്പെടെയുള്ളത് വന്നിരിക്കുകയാണ്. അപ്പോൾ 98,000 കോടി രൂപ ഒരു വർഷത്തെ വാർഷിക ബഡ്ജറ്റിൽ തൊഴിലുറപ്പിൽ നീക്കിവെച്ചതിന് പകരം അത് 73,000 കോടി രൂപയാക്കി ചുരുക്കിയിരിക്കുക. അപ്പോൾ താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങളുടെ, അവിദഗ്ധ തൊഴിലാളികളുടെ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൊണ്ടുവന്ന ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ വലിയ തകരാറുകൾ വരുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിലോമകരമായിട്ടുള്ള കർഷക വിരുദ്ധമായിട്ടുള്ള ബഡ്ജറ്റിനെതിരെയാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഇത്തരം രീതിയിലുള്ള മണ്ഡലതല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം നടത്തുന്നത്. വല്ലച്ചിറ പുല്ലയിൽ വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനത്ത് കളമെഴുത്ത് പാട്ടുത്സവം ആഘോഷിച്ചു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, പറനിറയ്ക്കൽ, എഴുന്നള്ളിപ്പ്, ഭജന, മഹാരൂപക്കളം, കളത്തിൽ നൃത്തം തുടങ്ങിയവ നടന്നു. മഠാധിപതി PK ലക്ഷ്മണൻ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
പോലീസ് സേനയുടെ സബ് ഇൻസ്പെക്ടർ പരിശീലനം പൂർത്തിയാക്കിയ 30ാമത് സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമിയിൽ നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പങ്കെടുത്തു. പരിശീലന ഘട്ടത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, പോലീസ് അക്കാദമി ഡയറക്ടർ, ഉപാധ്യായ, ട്രെയിനിംഗ് വിഭാഗം AGP സേതുരാമൻ തുടങ്ങിയവരും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും പ്രവേശനം നൽകിയ 5ാമത്തെ ബാച്ചാണ് വ്യാഴാഴ്ച പുറത്തിറങ്ങിയത്. 142 പുരുഷന്മാരും 22 വനിതകളുമാണ് ഈ ബാച്ചിലുള്ളത്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേരും ബാച്ചിലുണ്ട്. M.Tech യോഗ്യതയുള്ള ഒരാളും B.Tech യോഗ്യതയുള്ള 30 പേരും MCA-കാരായ 5 പേരും MBA-കാരായ 3 പേരും ഒരു BBA ബിരുദധാരിയും 25 ബിരുദാനന്തര ബിരുദധാരികളും 99 ബിരുദധാരികളും ബാച്ചിലുണ്ട്. ഇവരിൽ ഭൂരിഭാഗം പേരും മുൻപ് വേറെ സർക്കാർ ഉദ്യോഗം വഹിച്ചിരുന്നവരാണ്. 4 പേർ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും 144 പേർ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായിരുന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, മലപ്പുറം അരീക്കോടുള്ള കേരള ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കമാൻഡോ പരിശീലനം, നാറ്റ്പാക്കിൻ്റെ പ്രത്യേക പരിശീലനം എന്നിവ ഈ ബാച്ചിന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ ഘട്ടത്തിലായാലും ഇപ്പോഴായാലും നേരിടേണ്ടി വന്ന ഒട്ടേറെ ദുരന്തങ്ങൾ, നൂറ്റാണ്ടിലെ മഹാപ്രളയം, ഇതിലെല്ലാം പോലീസിന്റെ ജനാഭിമുഖ്യമുള്ള മുഖമാണ് കാണാൻ കഴിയുന്നത്. കോവിഡ് മഹാമാരി വന്നപ്പോൾ ആ മഹാമാരിയെ ഫലപ്രദമായി നേരിടുന്നതിൽ സുദൃഢമായ പങ്ക് പോലീസ് വഹിക്കുക. വേലും മഞ്ഞുമേറ്റ് പോലീസ് സേനാംഗങ്ങൾ തങ്ങളുടെ കർത്തവ്യം ശരിയായ രീതിയിൽ നിർവഹിക്കുകയും അതിന്റെ ഭാഗമായി തന്നെ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് വലിയ തോതിലുള്ള പ്രശംസ പിടിച്ചു പറ്റാനായി. തൃശൂർ ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള ഖാദി വിപണന മേളയ്ക്ക് കളക്ടറേറ്റ് പരിസരത്ത് തുടക്കമായി. ഫെബ്രുവരി 14 വരെ നടക്കുന്ന ഖാദിയുടെ സർവോദയ പക്ഷത്തിന്റെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. മന്ത്രി K. രാധാകൃഷ്ണൻ മേള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ഹരിത V. കുമാർ, പ്രോജക്ട് ഓഫീസർ S. സജീവ്, വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ മിനി, സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജോസഫ്, ഖാദി ബോർഡ് വിൽപ്പനശാല മാനേജർ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ തുണിത്തരങ്ങൾക്കും മേളയിൽ 30% റിബേറ്റ് നൽകുന്നുണ്ട്. എടത്തുരുത്തി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടിക എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ CPM ഉപരോധ സമരം നടത്തി. CPM നേതാക്കളും പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പ്ലക്കാർഡുകളുമായാണ് ഓഫീസ് വാതിൽക്കൽ സമരം നടത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം VK ജ്യോതിപ്രകാശ് സമരം ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, CPM നേതാക്കളായ AV സതീഷ്, ഷീന വിശ്വം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, നവമി പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇത് നമ്മളൊരു പ്രഹസനം നടത്തുന്നതല്ല. താൽക്കാലികമായിട്ട് അത്തരം മറുപടികളല്ല ആവശ്യം. ഒരു ഡിപ്പാർട്ട്മെന്റിനെ കാര്യക്ഷമമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. അതിന് എന്താണ് മാർഗം? സർക്കാരിന്റെ കിഫ്ബി വഴി 65 കോടി രൂപ പുതിയ പൈപ്പ് ലൈന് അനുവദിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ചെയ്യുന്നതിന് ആവശ്യമായ ഇടപെടൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടാവണം. എവിടെയാണ് തടസ്സമുള്ളതെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത്. ജനപ്രതിനിധികളും നിരന്തരം ഇവരെ യോഗം വിളിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കാര്യക്ഷമമാക്കുവാനുള്ള നടപടി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അല്ലാതെ ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി മേടിക്കുന്ന വലിയ ഉയർന്ന ശമ്പളം മേടിക്കുന്ന ആളുകൾക്ക് ഒരു പ്രതിബദ്ധത വേണ്ട ജനങ്ങളോട്. ഞങ്ങൾ ഇപ്പോ വന്നതുപോലെ ആകില്ല ഇനി വരുമ്പോൾ ഉണ്ടാകുക എന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇതിന്റെ ഒരു സൂചന നൽകുക. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ
വിഷയത്തിൽ അടിയന്തരമായി ബന്ധപ്പെട്ട് ഈ വിഷയം പരിഹരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ചേർപ്പ് ICDSന് കീഴിലെ 97 അംഗൻവാടികൾക്ക് കണ്ടിജൻസി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ ക്ഷണിച്ചു. ഫെബ്രുവരി 18 ഉച്ചയ്ക്ക് 12 മണിവരെ ടെൻഡർ ഫോമുകൾ ലഭിക്കും. അന്നേ ദിവസം 2 മണിവരെ ടെൻഡർ സമർപ്പിക്കാവുന്നതാണ്. 3 മണിക്കാണ് ടെൻഡറുകൾ തുറക്കുക. വിശദവിവരങ്ങൾക്ക് ചേർപ്പ് ശിശുവികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0487 2348 വിമുക്തി മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിൽ ഒരു ഒഴിവാണ് നിലവിലുള്ളത്. സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി, വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മിഷനുകളിലോ പ്രോജക്റ്റുകളിലോ കുറഞ്ഞത് 1 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. 23 മുതൽ 60 വയസ്സുവരെയാണ് പ്രായപരിധി. അപേക്ഷകർ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, മൊബൈൽ നമ്പർ എന്നിവ സഹിതം ഫെബ്രുവരി 20 വൈകിട്ട് 5 മണിക്ക് മുൻപായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, എക്സൈസ് ഡിവിഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2361 237 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കള്ള് വ്യവസായ ക്ഷേമനിധി ബോർഡിലെ 2019 ഡിസംബർ 31 വരെയുള്ള തൊഴിലാളി കുടുംബ സാന്ത്വന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി 20 വരെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. കിടപ്പുരോഗികളായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഹോം മസ്റ്ററിംഗ് അനുവദിച്ചിട്ടുണ്ട്. ബയോമെട്രിക് മസ്റ്ററിംഗിൽ പരാജയപ്പെടുന്നവർക്ക് ക്ഷേമനിധി ബോർഡ് മുഖേന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഫെബ്രുവരി 28 വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണെന്ന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4580 രൂപ, പവന് 36,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് മേഖലയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 29 പേർക്ക്, 36 പേർക്ക് രോഗമുക്തി. കേന്ദ്ര ബജറ്റിൽ കർഷകരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കിസാൻ സഭ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ പരിശീലനം പൂർത്തിയാക്കിയ 30ാമത് സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമിയിൽ നടന്നു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.